ഹലോ ഗായ്സ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ദിന ആശംസകൾ. അപ്പോഴേ നമ്മളിന്ന് ന്യൂ ഇയർ ദിവസം രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിന് പകരം ഒരു ഓറഞ്ച് എടുത്ത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കാനായിട്ടൊന്നും തോന്നിയില്ല. കാര്യം ഇന്നെനിക്ക് അത്ര മൂഡ് തോന്നിയില്ല. അപ്പോൾ പിന്നെ ദേ ഒരു ആപ്പിൾ ജ്യൂസും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളി ജ്യൂസാണ്. അതിരുന്ന് മൊത്തവും കാലിയാക്കി തീർന്ന വഴി അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഈ 2025 കഴിഞ്ഞില്ലേ, പെട്ടെന്നല്ലേ ഒരു വർഷം പോയത്. പിന്നെ ഈ എന്താണ് ന്യൂ ഇയറിൻ്റെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ പ്രത്യേകതയാണ് തോന്നിയിട്ടുള്ളത്? എനിക്കൊരു പ്രത്യേകതയായിട്ടും തോന്നിയിട്ടില്ല. ഒരു വയസ്സ് കൂടിയെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കലണ്ടർ മാറിയതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്നൊരു വർഷം പോയതായിട്ടും തോന്നി. അങ്ങനെ നമ്മുടെ ജ്യൂസ് കഴിഞ്ഞു തീർന്ന വഴി അറിഞ്ഞില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ ആരോ വന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിലാരോ വന്നിട്ടുണ്ട്. ഞാൻ പതിയെ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ബന്ധുക്കളാണ് കേട്ടോ. എൻ്റെ ആൻറ്റിയും അങ്കിളാണ് കേട്ടോ. പിന്നെ നമ്മൾ ലഞ്ചിനായിട്ട് ന്യൂ ഇയർ ഒക്കെ അല്ലേ, ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. നമുക്ക് എല്ലാവർക്കുമായിട്ടുള്ള പ്ലേറ്റൊക്കെ എടുത്ത് അതിൻ്റെ അമ്മൂമ്മയ്ക്ക് ആദ്യം ബിരിയാണി കൊടുത്തു. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. നല്ല മസാലയാണ് കേട്ടോ, ഫ്ലേവർ. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു, നാരങ്ങ അച്ചാർ. പിന്നെ എനിക്ക് വിളമ്പി. എനിക്കൊരു മുട്ടക്കാട്ടൻ പീസാണ് കേട്ടോ അമ്മ തന്നത്. അപ്പോൾ എനിക്ക് വിളമ്പി. പിന്നെ അച്ചാർ വെച്ചു. ഞാൻ അധികം എന്താ പറയുക, നാരങ്ങ അച്ചാർ കൂട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മയുടെ ബിരിയാണി. അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ പീസും അച്ചാറും സാലഡും ഒക്കെ കൂട്ടി ഒരു പിടി പിടിക്കുക. സൂപ്പറായിരുന്നു ഗൈസ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം എല്ലാവരുടെയും ഈ വർഷം നല്ല അപ്പം എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിച്ചു കൊള്ളുന്നു. അപ്പം നിങ്ങളുടെയൊക്കെ ന്യൂ ഇയർ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മുടെയൊക്കെ ന്യൂ ഇയർ ഇങ്ങനെയാണ്, ഫുഡൊക്കെ കഴിക്കുകയാണ് ഞാനും അമ്മയും അമ്മൂമ്മയും. പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന കുറേ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട്, അവർക്കും കൊടുത്തു. നമ്മൾ മാത്രമല്ലല്ലോ, അവരും കൂടെ ഒന്ന് സമൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ കൊടുക്കുന്നത്. അവരും ജീവനല്ലേ. പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് മത്ത് പിടിച്ച് ഒരു സൈഡിലോട്ട് അങ്ങ് കിടന്ന് ഉറങ്ങാമെന്ന് വെച്ച് ഉറങ്ങിയിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചപ്പം നമ്മൾ പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ വീടിന് താഴെയായിട്ട് നല്ല വയലും കണ്ടമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വന്നത് കടയിലോട്ട് വന്നതാണ് കേട്ടോ. ഇതാണേ കട. അപ്പോൾ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. ചായയുടെ കൂടെ പാലും പക്കാവടയും കൂടെ മേടിച്ചപ്പോഴത്തേക്കും നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ. പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് കലണ്ടറൊക്കെ മാറ്റി കേട്ടോ. നമ്മുടെ 2026 തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഈ ഒരു വർഷം നല്ലതാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.